കണ്ടോ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉറുമിള രാജുവിനോട് ഇറങ്ങി പോവാൻ പറയണില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ പറയാ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്ര. നീയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്നും കാത്തിരിക്കാൻ വയ്യ, ഉടനെ കല്യാണം നടത്തണമെന്ന് നോക്ക്. എന്നിട്ട് ഒടുവില് ഇങ്ങനെയൊക്കെ പെരുമാറുക. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. എങ്ങനെയും ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി ചേച്ചി ചേട്ടനെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ചേട്ടനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ കത്തയക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തത് ഞങ്ങളായിരുന്നു. സത്യമായിട്ടും രോഹിണി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല? ഇല്ല. ഇഷ്ടമായിരുന്നില്ല പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രം. ഇതുവരെ എന്നോട് ഇഷ്ടമില്ലായിരുന്നു. നോക്കിക്കോ ഞാൻ അവളെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന്. ഈ ചുമതലകളൊക്കെ വീതിച്ച് കൊടുക്കണം മോളെ. വേണോ അച്ഛ? ഒറ്റയ്ക്ക് എല്ലാം കൂടി നോക്കി ഞാൻ തളർന്നു. ഇനി ഇവരാകട്ടെ. ഇവർക്കും ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ആവുമല്ലോ. മദ്രാസിലെ യൂണിറ്റ് ഉണ്ണി നോക്കട്ടെ. കോഴിക്കോടുള്ളത് രാജു. രണ്ടിടത്തും താമസിക്കാൻ ബംഗ്ലാവുകളും ഉണ്ട്. മോളുടെ ഇഷ്ടം പോലെ. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ ഹെഡ് ക്ലാർക്ക് സ്വാമി നോക്കിക്കൊള്ളു. ഞങ്ങളിനി ഒരു ഓവറോൾ സൂപ്പർവിഷൻ മാത്രം. നമസ്കാരം സാർ. നമസ്കാരം. ആ പെട്ടി എടുത്തോളൂ. രോഹിണി, നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലെന്നും ഉർമിളയ്ക്ക് വേണ്ടി മാത്രമാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്നും ഇന്നലെ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. രോഹിണിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും എനിക്ക് രോഹിണി ഇഷ്ടമായിപ്പോയി. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. സത്യം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതുവരെ എന്നോടൊരിഷ്ടം തോന്നിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ച് ഇനി തോന്നിക്കൂടാന്നില്ലല്ലോ. രോഹിണിക്കല്ല ആർക്കും എന്നെ ഇഷ്ടാവും. ഞാനൊരു പാവമല്ലേ രോഹിണി? നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ രോഹിണി. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. ഐ എം സോറി. നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ എനിക്കൊരിക്കലും കഴിയില്ല. നിങ്ങളെന്നല്ല, ലോകത്തിൽ ഒരു പുരുഷനെയും. അതൊക്കെ രോഹിണിയുടെ തോന്നല. പെണ്ണായി പിറന്നാൽ ആണിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. മുതലാളി, ഞങ്ങൾ പോയിക്കോട്ടെ? ശരി ശരി, പോയി സാവകാശമായിട്ട് ഉത്സവമൊക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറി നാളെ വന്നാൽ മതി. ശരി. വരട്ടെ. സംഭവം ക്ലീൻ. ഈ വലിയ വീട്ടിൽ ഞാനും രോഹിണിയും മാത്രം. വല്ലതും കഴിക്കണമെങ്കിൽ തന്നെ അടുക്കള കയറണം. കയറട്ടെ. സരോജിനി, സരോജിനി,
സരോജിനി, ഈ സർവൻസ് ഒക്കെ എവിടെ പോയി? അവരൊക്കെ പോയല്ലോ. പോവുകയോ? എവിടേക്ക്? ഏതോ അമ്പലത്തിൽ ഉത്സവമാണെന്നോ പോയിട്ട് നാളെ വരാമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. പാവങ്ങളല്ലേ, ഞാൻ പൊക്കോളാം. അവരെങ്ങനെ പോയാൽ പിന്നെ ഇവിടുത്തെ പണിക്കാരാ? വലിയ വലിയ വീടുകളല്ലേ രോഹിണി, സർവൻസ് ഒക്കെ ഉണ്ടാവും. അല്ലാത്തടത്തൊക്കെ എങ്ങനെയാ? വീട്ടുകാർ തന്നെ അടുക്കള കയറും. തൽക്കാലം ഒരു ദിവസത്തേക്ക് ഇതൊരു ചെറിയ വീടാണെന്ന് കരുതിക്കൊണ്ടാ മതി. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? കഴിക്കുന്നേ മതി. സാരമില്ല, കഴിക്കുന്നേ. അയ്യോ മതി മതി രോഹിണി മതി. ഈ ദോശ എല്ലാം കൂടെ കഴിച്ചാലേ തടി വെക്കും, അറിയാമല്ലേ? ഒരെണ്ണം കൂടി കഴിക്കൂ ഉണ്ണിയേട്ടാ. ആ രോഹിണി, എനിക്ക് രോഹിണിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. രോഹിണിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളാ.